ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു കല്ലുമ്മക്കായ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന കല്ലുമ്മക്കായ കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. ഇനി ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 1 കിലോ കല്ലുമ്മക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കല്ലുമ്മക്കായാണ്. അപ്പോൾ ഇതിന് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക്, അര കഷ്ണം ഉള്ളിയും കൂടി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കല്ലുമ്മക്കായെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വേവിച്ച കല്ലുമ്മക്കായ ഞാൻ തോടുന്ന് അടത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കല്ലുമ്മക്കായ ഞാൻ തോടെല്ലാം കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പൂട്ട് ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. മസാലയിൽ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നേരത്തെ എടുത്തു വെച്ച കല്ലുമ്മക്കായ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി നാടൻ കല്ലുമ്മക്കായ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.